കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ദർശനവേദിയുടെ ഒരു സമ്മേളനം നടന്നിരുന്നു. ആ സമ്മേളനത്തിൽ സണ്ണിയം കബിക്കാട് ഒരു പ്രസംഗം നടത്തി. അമ്പിയും ആ വേദിയിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രസംഗം ഇതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മതമല്ല പ്രശ്നം, മതമല്ല വിശപ്പാണ് അത്ര പ്രധാനം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ക്രിസ്തു പറയുന്നുണ്ട്. കുറെ തിന്നാൻ കൊടുത്താൽ മതി. ഇവരെന്നെ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മതമല്ല വിശപ്പാണ് അത്ര പ്രശ്നം. എന്നാൽ കുറെ കപ്പ പുഴുങ്ങി എല്ലാവർക്കും കൊടുത്ത് കേരളത്തിൻ്റെ പ്രശ്നം തീർക്കാൻ പറ്റും. ഇതല്ല, ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഡിഗ്നിറ്റി. വിശപ്പാണ് പ്രശ്നമെങ്കിൽ കുറച്ച് കപ്പ വാങ്ങി പുഴുങ്ങി കൊടുത്താൽ മതിയല്ലോ എന്ന് അദ്ദേഹം പരിഹസിച്ച് പറഞ്ഞു. പിന്നീട് അത് പിന്നീട് വൈറലായി. നിരവധി യൂട്യൂബ് ചാനലുകളിൽ യൂട്യൂബ് വീഡിയോകളായിട്ട് റീൽസായിട്ടൊക്കെ പുറത്തു വന്നു. വലിയ വിമർശനമാണ് അതിനെക്കുറിച്ചുണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അത് ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഇടപെടലായിട്ട് രേഖപ്പെടുത്താമെന്നാണ് തോന്നുന്നത് ആ പ്രസംഗത്തിന്. കാരണം അത്രമാത്രം കാര്യങ്ങൾ അദ്ദേഹം അതിലൂടെ പുറത്തു കൊണ്ടുവരികയുണ്ടായി. ഇങ്ങനൊരു പ്രസംഗത്തെ അംബി എങ്ങനെയാണ് കാണുന്നത്? ഇത് വളരെ വളരെ ഒരു പക്ഷേ കേരളത്തിലെ ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വന്നു. അത് മറ്റൊന്നാണ്. നമ്മൾക്ക് വേണ്ടിയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു കെ എൻ കുഞ്ഞമാഷെ നമ്മൾ ഒരു അഭിമുഖം ചെയ്യുന്ന സമയത്ത്, അദ്ദേഹം ഗുജറാത്തിലേക്ക് പോണ സമയത്ത്, വംശഹത്യയുടെ കാലത്ത് ഗുജറാത്തിലേക്ക് പോണ സമയത്ത് ഇവിടുന്നൊക്കെ വലിയ മുദ്രാവാക്യമൊക്കെ പാടിയിട്ടാണ് അവരെ യാത്ര അയച്ചെന്ന് പറയുന്നത്. പിന്നെ മതമല്ല പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവരവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ അവർ മനസ്സിലായി, കാരണം മതം തന്നെയാണ് പ്രശ്നം. മാഷ് പറയണത്, പിന്നെ ആരും കാണാതെ ട്രെയിനിൻ്റെ ക്യാബിനുള്ളിൽ നിന്ന് ടോയ്ലറ്റ് കയറിയിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ താടിയും ഒക്കെ മുറിക്കേണ്ടി വന്നു. പലരും ഷേവ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മതം തന്നെയാണ് പ്രശ്നം. കേരളത്തിൽ ഇന്ത്യയിൽ മതം എക്കാലത്തും പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ഈ മുദ്രാവാക്യം എനിക്ക് തോന്നുന്നു അവർ മീൻസ് കമ്മ്യൂണിസ്റ്റുകൾ, CPM-കാർ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവരെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പൊതുവെ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നൊരു കാര്യമുണ്ട്. പിന്നെ വിപ്ലവം നടന്നാൽ, ഒരു വിപ്ലവത്തോടു കൂടി ലോകത്തെ എല്ലാ പ്രശ്നവും അല്ലെങ്കിൽ നാട്ടിലെ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടുന്നുള്ള അവരുടെ ഭൗതികവാദപരമായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം ഇതിൽ കിടക്കുന്നുണ്ട്. മനുഷ്യൻ്റെ വിശപ്പ് മാത്രമല്ല പ്രശ്നം. സണ്ണി മാഷ് പറയുമ്പോൾ വളരെ ക്ലിയറാണിത്. എല്ലാ പ്രശ്നങ്ങളും സ്ത്രീകളോട് പറയാറുണ്ട്, സമത്വം വരും. ഒരു വിപ്ലവം കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ പ്രശ്നവും തീരുന്നുള്ളൂ. പക്ഷെ നമുക്കറിയാം, ഇന്ത്യ പോലെ അല്ലെങ്കിൽ കേരളത്തെ പോലുള്ള ഒരു സ്ഥലത്ത്, ഇന്ത്യ പോലുള്ളൊരു ഇടത്ത് നിന്നിട്ട് ഇന്ത്യയുടെ പ്രശ്നം ഒരു വിപ്ലവം കൊണ്ട് പിന്നെ പരിഹരിക്കപ്പെടുന്ന വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇന്ത്യയുടെ പ്രശ്നം വെറും സാമ്പത്തിക പ്രശ്നമല്ല. അത് സാമ്പത്തിക പിന്നെ ചൂഷണങ്ങൾ ഇതൊക്കെ നടക്കുന്നതൊക്കെ വർഗപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ ജാതിയും കൂടിയാണ്. ഇന്ത്യയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഏറ്റവും അനീതി നിറഞ്ഞിട്ടുള്ള ചാതുർവർണ്ണ്യം തന്നെയാണ്. അത് എപ്പോഴും വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നു. അപ്പം അത് സണ്ണി മാഷ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ച് കപ്പ പുഴുങ്ങി കൊടുത്താൽ കേരളത്തിലെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ പരിഹരിക്കപ്പെടുമല്ലോ എന്നാണ് പറയുന്നത്. അങ്ങനെ പരിഹരിക്കാവുന്ന പ്രശ്നമുണ്ട് മനുഷ്യൻ്റെ. അദ്ദേഹം പറഞ്ഞ അടുത്ത വാചകം വളരെ പ്രധാനമാണ്. ഇന്ത്യയിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ മുസ്ലിങ്ങൾക്കും അവകാശമുണ്ട്. അതാണ് മുസ്ലിങ്ങളുടെ ആത്മാഭിമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അവർ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യരാണ്. അവർക്ക് അവരുടെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് വഞ്ചിപ്പാട്ടും പാടിയിട്ട് ഈ ഒരു മുദ്രാവാക്യം, കുചേലവൃത്തം വഞ്ചിപ്പാട്ടും പാടിയിട്ട് ഈ മുദ്രാവാക്യം വിളിച്ചു വന്നാലൊന്നും പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് വലിയൊരു രാഷ്ട്രീയമാണ്. അത് ഗുജറാത്തിലേക്ക് പോയ KN തിരിച്ചറിഞ്ഞു ആ കാലത്ത്. അതുപോലെ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോഴും ഇത് പാടിക്കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് കിറ്റ് കൊടുത്താൽ വോട്ട് കിട്ടും, വോട്ട് കിട്ടിയാൽ കേരളത്തിലെ പ്രശ്നം തീരും. ആ ഒരു വിഡ്ഢി സങ്കല്പമുണ്ട്. ആ വിഡ്ഢി സങ്കല്പത്തിനെ പൊളിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹോദര്യ രാഷ്ട്രീയം. അതായത് സവർണനെ നേരിടാൻ പിന്നെ അടിസ്ഥാന വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാ കീഴാള ജാതികളുടെയും അതുപോലെ ന്യൂനപക്ഷങ്ങളുടെയും ഐക്യം എന്നുള്ള ഒരു കൺസെപ്റ്റ് സഹോദരൻ അയ്യപ്പൻ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയായിരുന്നു ആ ദിവസം സമ്മേളനം. അപ്പോൾ ആ ഒരു രാഷ്ട്രീയമാണ് വളരെ കൃത്യമായിട്ട് ഇന്ത്യക്ക് അല്ലെങ്കിൽ കേരളത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു രാഷ്ട്രീയമാണ് ശരിക്കും പറഞ്ഞാൽ ആ വേദിയിൽ ഉയർന്നു കേട്ടത്. വളരെ പ്രധാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പിന്നെ ചിന്തയുടെ അല്ലെങ്കിൽ ഒരു മുന്നേറ്റത്തിൻ്റെ തുടക്കമായിരുന്നു ആ വേദി എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിന് വളരെ പ്രാധാന്യമുണ്ട്, ചരിത്ര പ്രാധാന്യമുള്ള ഒരു വേദി കൂടിയായിരുന്നത്.
എനിക്ക് തോന്നുന്നത് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല, കേരളത്തിലെ ഒരു വലിയ വിഭാഗം മതേതരവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ദാരിദ്ര്യത്തെ ഒരു പ്രധാനപ്പെട്ട മനുഷ്യരനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ദാരിദ്ര്യത്തെ മനസ്സിലാക്കുന്നു. അത് ശരിയാണത്, ദാരിദ്ര്യം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പക്ഷേ ഈ ദാരിദ്ര്യം തന്നെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പലതരം വിവേചനങ്ങളുണ്ട്. മനുഷ്യർ ഇന്ത്യയിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവേചനങ്ങളിലൊന്നാണ് മതപരമായ വിവേചനം. ഇപ്പം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് സർക്കാരാണ്. അപ്പോൾ ഫാസിസ്റ്റ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ധാരാളം വിവേചനങ്ങൾ മനുഷ്യർ നേരിടുന്നുണ്ട്. ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് വിവേചനങ്ങൾ നേരിടുന്നുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് വിവേചനം നേരിടുന്നുണ്ട്. പല സമൂഹത്തിൻ്റെ എല്ലാ രംഗങ്ങളിൽ നിന്നും മുസ്ലിം കമ്മ്യൂണിറ്റി വിവേചനങ്ങൾ നേരിടുന്നുണ്ട്. ഈ വിവേചനങ്ങൾ നേരിടുന്നതൊന്നും ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. ഭക്ഷണമുള്ള ആളുകളും വിവേചനം നേരിടുന്നുണ്ട്, ഭക്ഷണം ഇല്ലാത്ത ആളുകളും വിവേചനം നേരിടുന്നുണ്ട്. അപ്പോൾ അതൊരു ഭക്ഷണത്തിൻ്റെ പ്രശ്നമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ കഴിയില്ല. അത് മതപരമായ ഇഷ്യൂ മാത്രമല്ല, ജാതീയമായ ധാരാളം വിവേചനങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്നത്, അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ജാതി നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ്. ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് മുഴുവൻ കീഴാളായ മനുഷ്യരും. അവർ ഉദ്യോഗത്തിൽ അവർക്ക് വിവേചനങ്ങൾ നേരിടുന്നുണ്ട്. ഈ അടുത്ത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു ശാന്തി ദേവസ്വം ബോർഡ് രാജിവെച്ചു. അയാൾക്ക് അനുഭവിച്ചിരുന്നതെന്ന് വെച്ചാൽ അവിടെ ജാതിയുമായ ജാതി പീഡനത്തിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് തൊഴിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ജാതി പീഡനത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ഈ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളിലും നല്ലൊരു ശതമാനം ടോപ്പ് പൊസിഷനിലിരിക്കുന്ന ആളുകൾ മുഴുവൻ സവർണ്ണ വിഭാഗത്തിൽപ്പെട്ടവരാണ്. കേരളത്തിന് മന്ത്രിസഭ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ മുഴുവൻ ആളുകൾ നായന്മാരാണ്. കേരളത്തിന് നിയമസഭ പരിശോധിച്ച് കഴിഞ്ഞാൽ നായന്മാരും സവർണ്ണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, നായന്മാരാണ് ഏറ്റവും കൂടുതൽ അവർ തന്നെയാണ്. കീഴാളരായിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. എന്താണോ നിയമം അനുശാസിക്കുന്നത് അത് മാത്രം കൊടുത്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള വിവേചനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിവേചനങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നമ്മളുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഏക പ്രശ്നം ദാരിദ്ര്യം മാത്രമാണെന്ന് വരുത്തി തീർക്കാനൊരു ശ്രമം നടക്കുന്നുണ്ട്. അത് ഇതിൽ മാത്രം കണ്ടാൽ പോരെ. ഇപ്പോൾ കെ ബാബുരാജ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, പുരോഗമന കേരളം എന്ന് പറയുന്നൊരു പദാവലി. പുരോഗമന കേരളം എന്താ? പുരോഗമന കേരളം, പുരോഗമന കേരളത്തിൽ വേറെ മറ്റൊന്നും പറയാൻ പറ്റില്ല. നാം ഒരു വലിയൊരു ഇതിലെത്തിക്കഴിഞ്ഞു, ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ദാരിദ്ര്യം ഇല്ലാതാക്കി, ഇവിടെ ജാതി വിവേചനങ്ങളില്ല, സമൂഹം മുഴുവൻ സമത്വത്തിലാണ് പോകുന്നത്, നീതിയിൽ അധിഷ്ഠിതമാണ് നമ്മുടെ സമൂഹം. ഒരു കുഴപ്പമില്ല നമ്മുടെ നാട്ടിലില്ല. എന്തെങ്കിലും കുഴപ്പം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കേരളത്തിനെതിരെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഈ പറയുന്ന എല്ലാതിനെയും മറികടന്നുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാവരും കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളായിട്ട് അയാളെ ചിത്രീകരിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരാൾ മതപരമായ വിവേചനം നേരിടുന്നു. ഈ മതപരമായ വിവേചനം ഒരാൾ നേരിടുന്നുണ്ടെങ്കിൽ അത് പോയി പൊതുമണ്ഡലത്തിൽ ഉന്നയിക്കാനോ അതൊരു കേസായി കൊണ്ടുവരാനോ സാധ്യമല്ല. കാരണം അത് കേരളത്തിൽ അങ്ങനെ സംഭവില്ല എന്നാണ് പറയുന്നത്. പുരോഗമന കേരളമായി കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ പുരോഗമന കേരളം ആയിക്കഴിഞ്ഞു. അതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിവേചനങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ഈ രീതിയിൽ ഇനി ആകെ ഇവിടെ നിലനിൽക്കുന്നൊരു വിശപ്പ് മാത്രമാണെന്നുള്ളൊരു ഇതാണ് പറയുന്നത്. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഈ ദാരിദ്ര്യം തന്നെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ വിശപ്പാണെന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ദാരിദ്ര്യം എങ്ങനെ ഉണ്ടാകുന്നത്? ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഈ സിസ്റ്റം തന്നെ പ്രവർത്തിക്കുന്നത് സവർണ മേധാവിത്വത്തിലും ഒരു ഹിന്ദുത്വ ഫാഷിസ്റ്റ് സ്റ്റേറ്റ് ആണ് നിലനിൽക്കുന്നത്, ബ്രാഹ്മണ്യ സ്റ്റേറ്റ് ആണ് നിലനിൽക്കുന്നത്. ഈ സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ് ആളുകളിൽ ദാരിദ്ര്യം സൃഷ്ടിക്കുന്നതും. അതായത് ദാരിദ്ര്യം സൃഷ്ടിക്കുന്നതിൽ ജാതിക്കും വലിയ പങ്കുണ്ട്. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്നതിനെ കേവലം ഒരു യൂറോപ്യൻ മാനദണ്ഡത്തിൽ, ഇപ്പോൾ മാർക്സൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്, മാർക്സിൻ്റെ തന്നെ പല പഠനങ്ങളും പുതിയ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് മാർക്സ് തന്നെ കാര്യങ്ങൾ ഇങ്ങനെയല്ല കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതെ, ഇന്ത്യ ചരിത്രക്കുറിപ്പിൽ വളരെ കൃത്യമായിട്ട് മാർക്സിന്റെ അങ്ങനെയല്ല. പക്ഷേ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ ഈ ജാതിയെ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ജാതിയെ മനസ്സിലാക്കുന്നില്ല, ഇസ്ലാമോഫോബിയെ മനസ്സിലാക്കുന്നില്ല, പലതരം വിവേചനങ്ങളെ മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ വളരെ ഒരു സമതലത്തിലാണ് ആളുകളൊക്കെ ആക്ട് ചെയ്യുന്നുള്ളൊരു പക്ഷമാണ് ഇതിൻ്റെ പുറത്തുള്ളത്. അപ്പോൾ ഇത് സണ്ണി ഇതിനെക്കുറിച്ച് സംസാരിച്ചു, പൊതുമണ്ഡലത്തിൽ സംസാരിച്ചു. അത് സംസാരിച്ചതിന് ശേഷം ഉടനടി സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതേ ഇടത് ഹാൻഡിലുകളിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ വലിയ ദുഷ്പ്രചരണങ്ങൾ ആരംഭിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹം സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഗാന്ധി വിമർശകനായ സണ്ണിയം കബിക്കാടിന് സീറ്റ് കൊടുക്കണമെന്നാണ് വന്ന കാര്യം. അതായത് എല്ലാ തരത്തിലും UDF സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ LDF അല്ലെങ്കിൽ CPM മുന്നോട്ട് വെച്ചിരുന്ന ഈ മുദ്രാവാക്യത്തെ അവഹേളിക്കുന്നു, ആ രീതിയിലൊക്കെ ഉള്ള വലിയ വലിയ ആക്രമണം അദ്ദേഹത്തിനെതിരെ
ഉയർന്നത്. അദ്ദേഹം തന്നെ ആ പ്രസംഗത്തിലെ മറ്റൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു കാര്യമുണ്ടെന്ന് അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. എന്താ അദ്ദേഹത്തിൻ്റെ പ്രസംഗം? അതായത് ഞാൻ എൻ്റെ പ്രശ്നം വിശപ്പ് മാത്രമല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം വിശപ്പ് മാത്രമല്ല, ഡിഗ്നിറ്റിയാണ് ഞങ്ങളുടെ പ്രശ്നം, അന്തസ്സാണ് ഞങ്ങളുടെ പ്രശ്നം. അതിനുശേഷം അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ അംബേദ്കറെ ആരാണ് ഇന്ത്യൻ ഭരണ നിർമ്മാണ സഭയിലേക്ക് കൊണ്ടുവരുന്നത്? അദ്ദേഹം പറയുന്നത് ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗാണ്. എന്നിട്ട് തുറന്ന് അദ്ദേഹം പറയുന്നു, ജിന്ന പറയുന്നൊരു വാക്കുണ്ട്, എന്താണ്, ഇദ്ദേഹത്തെ പോലെയുള്ള, അംബേദ്കറെ പോലെയുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരാളെ ഈ നിയമനിർമ്മാണ സഭയ്ക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അദ്ദേഹം ഇവിടെ ഉണ്ടായിരിക്കേണ്ട ഒരാളാണ്. ഇതൊരു ദാരിദ്ര്യം എന്ന് പറയുന്നൊരു മാനദണ്ഡത്തിനുള്ളിൽ നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. മറിച്ച് അതൊരു സാഹോദര്യം എന്ന് പറയുന്ന ജാതീയമായ വിവേചനങ്ങളുടെ പ്രശ്നങ്ങൾ മൂടി വയ്ക്കാത്ത, സാഹോദര്യത്തെ ഉയർത്തി പറയുന്നൊരു ഇതായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത് ഞാൻ വിചാരിക്കും. ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പം നമുക്കറിയാം, നമ്മളുടെ എവിടെ നോക്കിയാലും പിന്നെ അദൃശ്യരാക്കപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികളുടെയൊക്കെ കാര്യം പറയുമ്പോഴും ഏറ്റവും അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടി എന്ന് പറയുന്ന CPM, അതുപോലെ പിന്നെ സാധാരണക്കാരുടെ ഗാന്ധിയുടെ പാർട്ടി എന്ന് പറയുന്ന പിന്നെ കോൺഗ്രസ് ഒക്കെ നമ്മൾ എങ്ങനെ നോക്കുകയാണെങ്കിലും അതിനകത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും, അവിടെയൊക്കെ അതിൻ്റെ അതിൻ്റെ എന്താ പറയുക കമ്മിറ്റികളിലും അതിൻ്റെ എല്ലാ അധികാര സ്ഥാനങ്ങളിലും ഒക്കെ ഉള്ളത് ഉയർന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ മിക്കവാറും നായന്മാർ. കേരളത്തിലെ മുഖ്യധാര പൊളിറ്റിക്കൽ പാർട്ടികളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, നായന്മാരുടെ പാർട്ടികളാണ് അതൊക്കെ. അപ്പോൾ അവിടെ പിന്നെ മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലീഗിനകത്തോ അല്ലെങ്കിൽ അതുപോലെയുള്ള മുസ്ലിം സംഘടനകളുടെ ഭാഗമായിട്ടുള്ള പാർട്ടികളിലോ അല്ലാതെ മുസ്ലിങ്ങളുടെ പിന്നെ എന്താ പറയുക, അവർ ഒരു പ്രധാന പദവികളിൽ ഉണ്ടാവാറില്ല. വളരെ ചുരുങ്ങിയ, ഇല്ല എന്ന് പറയുന്നതിന് പുറമേ നിന്നുള്ള ആക്ഷേപം കേൾക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഉണ്ടാവുക. മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടാവുക, അതുപോലെ ദലിത വിഭാഗങ്ങളുടെ, ആദിവാസികളുടെ പ്രാതിനിധ്യം ഒന്നും എവിടെയും ഒരു പൊളിറ്റിക്കൽ പാർട്ടികളിലും ഇല്ല. നമ്മൾ ആലോചിക്കണം. അപ്പോൾ ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, അധികാരം പിന്നെ ഇത് മാത്രമല്ലല്ലോ, നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ അഭിമാനവും ആത്മാഭിമാനവും അധികാരവും ഒക്കെ ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഇത് തമ്മിലുള്ള ബന്ധം നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ പിന്നാക്ക സംവരണം വരുന്ന കാര്യങ്ങളിലൊക്കെ ഇടതുപക്ഷം എടുത്തിട്ട നിലപാടെന്ന് പറയുന്നത് സാമ്പത്തിക സമ്മേളനത്തിൻ്റെ വക്താക്കളായിട്ടാണ് ഇടതുപക്ഷം പ്രവർത്തിച്ചത്. കാരണം നമുക്കൊരു സമ്മേളനത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്, പ്രസംഗത്തിൽ ഞാൻ പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്, ആ പ്രസംഗത്തിൽ വളരെ തമാശയോട് കൂടിയിട്ട് പ്രശാന്ത് ഈഴവൻ്റെ പിന്നെ ഒരു ജാതി പിള്ളേർ ഇഷ്ടമെന്നുള്ള സിനിമയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത്, അതിലെ കുട്ടികൾ വെച്ചാൽ നല്ല ഉയർന്ന മാർക്കുണ്ടായിട്ടും റാങ്ക് മാർക്കുണ്ടായിട്ടും കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ കുട്ടികൾ പരസ്പരം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് പിന്നെ സാമ്പത്തിക ധനികരായിട്ടുള്ള മക്കളുടെ പഠിക്കാത്ത കുട്ടികൾക്കുള്ള സംവരണമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സാമ്പത്തിക സംവരണം. അപ്പൊ ധനികരായിട്ടുള്ള വീട്ടിലെ പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംവരണം എന്ന് ആ കുട്ടികൾ പറയുന്നുണ്ട്. ഇടതുപക്ഷം ഈ ദാരിദ്ര്യം മാത്രമാണ് ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നതിലൂടെയാണ് ഇത്തരത്തിലുള്ള വിവേചനങ്ങളെ മൂടി വെക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഇത്തരം വിവേചനം ഉണ്ടാകുമ്പോൾ അതൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് മേനി നടിച്ചതുകൊണ്ട് കീഴാളരുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഇതിൽ വേറൊരു ഇഷ്യൂ കൂടി അതിൻ്റെ ഒപ്പമുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു ജനസമൂഹം ഇന്ന് കേരളത്തിലുണ്ട്. അതായത് കീഴാളർക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്നും വർഗരാഷ്ട്രീയം എന്ന് പറയുന്ന ഇതിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ട് ഇത്തരം വിവേചനങ്ങളെ നിങ്ങൾക്ക് ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയില്ലെന്നും പറയുന്ന ഒരു വലിയ ജനസമൂഹം, വലിയൊരു ചിന്താധാര കേരള ഈ സമൂഹത്തിലുണ്ട്. ഈ ചിന്താധാരയെ തകർക്കുക എന്ന് കൂടിയും അതിൻ്റെ കൂടിയൊരു ഗൂഢാലോചനയുടെയും ഭാഗമാണ് ഇത്. നമ്മൾ ഇത്തരം മുദ്രാവാക്യങ്ങൾ, ശരിക്കും ഈ മുദ്രാവാക്യം ലീഗുമായി ബന്ധപ്പെട്ട ലീഗിനെതിരെയാണ് ഉപയോഗിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മളുടെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹവും ഈ ഒരു കാര്യം, ധനമന്ത്രി ഒരു കാര്യം പറയുണ്ടായി. ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ, ഈ ദാരിദ്ര്യത്തെക്കുറിച്ച് ഇത്രമാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇതേ ആളുകൾ എന്നാൽ യഥാർത്ഥത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യങ്ങളിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിശപ്പാണ് പ്രശ്നം, ശരി. അല്ല, അവര് പ്രഖ്യാപനം നടത്തുക ചെയ്തത് ദരിദ്രമില്ലാത്ത കേരളം, പിന്നെ ദാരിദ്ര്യമുക്ത കേരളം, ദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപിക്കുക ചെയ്തിട്ടുള്ളത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യാൻ പോകുന്നത് വിശപ്പാണെന്ന് പ്രശ്നം അവർ പറയുകയും വിവേചനങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുകയും, എന്നാൽ യഥാർത്ഥത്തിൽ വിശപ്പിനെ അവരെ അഭിസംബോധന ചെയ്യുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നും ചെയ്യില്ല. വിശപ്പാണെന്ന് പറയാനും സമ്മതിക്കില്ല, ഞങ്ങളത് ചെയ്യാനും പോകുന്നതിൽ പറയാനും സമ്മതിക്കില്ല.
ഇതാണ് തോന്നുന്നു ഇവരുടെ ഒരു ചിന്താ പദ്ധതി. അത് തീർച്ചയായിട്ടും ഇത് ജാതീയ മത വിവേചനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയമാണ്. അത് ആ നിലയിൽ സണ്ണി മാഷെ പോലുള്ളവരുടെ ഈ ശബ്ദം വളരെ പ്രധാനമാണ്. അതില്ലാതാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ശ്രമത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നത്.